നമുക്കെല്ലാവർക്കും ലൈവ് വാച്ചിങ്ങിന്റെ മൈൽ സ്റ്റോൺ ലഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും FFWSന്റെ ഈവൻ സെക്ഷനിലേക്ക് പോയാൽ ഇവിടെ ഈവൻ കലണ്ടർ കാണാൻ സാധിക്കും. ഇവിടെയാണെങ്കിൽ ഒരുപാട് റിവാർഡ്സ് ലഭിക്കാൻ പോവുകയാണ് FFWS ഈവന്റിൽ നിന്നും. ബട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് FFWS ലൈവ് വാച്ചിങ് മൈൽ സ്റ്റോൺ റിവാർഡ്, ലൈവ് വാച്ചിങ് ടാർഗറ്റ് ഉണ്ടാവുന്നതായിരിക്കും. ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിവാർഡ് ആയിരിക്കും. FFWS ടൂർണമെന്റിന്റെ ഫൈനൽ നമുക്ക് എന്നായിരിക്കും, അതായത് ഏത് ടൈമിലായിരിക്കും കാണാൻ സാധിക്കുക. അതറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയറിന്റെ ഇ സ്പോർട്സ് ഭാഗത്തേക്ക് പോകാം. FFWSന്റെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫൈനൽ മെയ് 21-നായിരിക്കും. മെയ് 21-ന് FFWSന്റെ ഫൈനൽ നടക്കും. നമ്മുടെ ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ആവുന്നത് വൈകിട്ട് മെയ് 21-ന് വൈകിട്ട് 6:30 മുതലായിരിക്കും. എങ്ങനെ നമുക്ക് ലൈവ് സ്ട്രീം കാണാൻ സാധിക്കും? അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഫ്രീ ഫയർ ഇ സ്പോർട്സ് ഒഫീഷ്യൽ കാണാൻ സാധിക്കും. ഫ്രീ ഫയർ ഇ സ്പോർട്സ് ഒഫീഷ്യൽ എന്ന് നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ ചെന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കും. ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് ലൈവ് സ്ട്രീം കാണാൻ സാധിക്കുന്നതായിരിക്കും. FFWSന്റെ നമുക്ക് എന്തൊക്കെ റിവാർഡ്സ് ആണ് ലഭിക്കാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇമോട്ട് ലഭിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഈ ഒരു ഇമോട്ടാണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത്, FFWS ഇമോട്ട്. ദെൻ നമുക്ക് 2 3 അതിൽ കൂടുതലോ ഗ്ലൂവാള സ്കിന്ന് നൽകും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്ലൂവാള സ്കിന്ന് നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുക്കാം, എന്നിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻബോക്സിലേക്ക് ഗ്ലൂവാള സ്കിന്ന് വരുന്നതായിരിക്കും. ദെൻ നമുക്ക് ഫ്രീ ആയിട്ട് ക്യാരക്ടറുകൾ ലഭിക്കാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ ഒരുപാട് ക്യാരക്ടറുകൾ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇൻബോക്സിലേക്ക് ക്യാരക്ടറും വരുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് പെറ്റ് ലഭിക്കാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ പെറ്റുകളും തരും. അപ്പോൾ പെറ്റുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പെറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. കുറച്ച് ലെജൻഡറി ഗണ്ട സ്കിന്ന് നൽകും. നമുക്ക് അതിൽ ഇഷ്ടമുള്ള ഒരു ഗണ്ട സ്കിൻ നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് കുറച്ച് വൗച്ചേഴ്സും ലഭിക്കുന്നതായിരിക്കും. ഡയമണ്ട് റോൾ വൗച്ചേഴ്സും പിന്നെ ഗോൾഡ് റോൾ വൗച്ചേഴ്സും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച റിവാർഡ് ഇങ്ങനെയായിരുന്നു FFWSന്റെ. അപ്പോൾ ഇതുപോലെയുള്ള റിവാർഡ്സ് ആയിരിക്കും ഫ്രണ്ട്സ്. ഇങ്ങനെയായിരിക്കും നമുക്ക് എല്ലാവർക്കും റിവാർഡ്സ് ലഭിക്കുക. നമുക്കിനി വാച്ചിങ് ടാർഗറ്റ് എത്രയാണെന്ന് നോക്കാം. അതായത് ഫൈനൽ നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈവ് വാച്ചിങ് മൈൽ സ്റ്റോൺ കാണാൻ സാധിക്കും. ആ മൈൽ സ്റ്റോൺ നമുക്ക് എത്ര ആയിരിക്കും ലഭിക്കുക? ഇത്തവണ FFWSന്റെ മൈൽ സ്റ്റോണിന്റെ ലൈവ് വാച്ചിങ് ടാർഗറ്റ് കുറവായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഓൾറെഡി ഫ്രീ ഫയർ ബാൻ ആണ്. ഫ്രീ ഫയർ മാക്സിലേക്ക് കുറച്ച് പ്ലേയേഴ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മൈൽ സ്റ്റോൺ റിവാർഡ്, അതായത് മൈൽ സ്റ്റോൺ നമുക്ക് കാണാൻ സാധിക്കുക കുറവായിട്ടായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും FFWS ഈവനിനെ കുറിച്ച് ധാരണകൾ ലഭിച്ചെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കാണാം.